ഈ കണ്ണൂരേക്ക് പോകാം. നിഖിലുണ്ട്. നിഖിലെ, ഈ കോഴിക്കോടിനും വയനാടിനും ഒക്കെ സമാനമാണ് കണ്ണൂരിലെ സാഹചര്യം. മഴക്കെടുതികൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴയുണ്ടോ കണ്ണൂർ? എന്താണ് ഒരു പൊതുവിൽ ഈ സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്? തീർച്ചയായും കണ്ണൂരിൽ ശക്തമായ മഴ തന്നെയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ചെറിയ തോതിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ആറളത്താണ്. നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ആറളത്ത് ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സമയത്തുള്ള ആ കക്കുവ പുഴയുടെ അവസ്ഥയാണ്. ഇന്നലെ രാത്രി ഇവിടെ നിരവധി വീടുകളിലാണ് വെള്ളം കയറി ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടിയൊക്കെ വന്നത്. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു. ഈ ഒരു പ്രദേശവാസി ഇവിടെ ഉണ്ട്. ചേട്ടാ, ഇന്നലെ വലിയ ബുദ്ധിമുട്ടിയല്ലേ? വെള്ളം കയറിയ ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ വെള്ളം കയറിയിട്ട് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പല പാലങ്ങളും പോയി. അപ്പോൾ നമ്മളെല്ലാം ദുരിതം ചോദിച്ചു ഇപ്പോൾ കറങ്ങി വരികയാണ്. ജോലി സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ പാലം പോയി. ഏത് ഭാഗത്താണ് പാലം പോയിട്ടുള്ളത്? അമ്പലക്കണ്ടി എന്ന സ്ഥലത്ത് നമ്മൾ നടന്നു പോകാൻ കിട്ടിയ പാലം ഒലിച്ചു പോയി. അപ്പം നമ്മൾ ഇപ്പം കിലോമീറ്റർ താണ്ടിയിട്ട് വേണം ഇനി പണിക്ക് പോകാൻ. അപ്പോൾ നമ്മളങ്ങനെ കറങ്ങി വരുന്ന വഴിയാണ്. അവിടെ കുറേ വീട്ടുകാരുണ്ടോ? അവിടെ ഞങ്ങൾ അക്കരെ ആർല ഫാമിലാണ് പണിയെടുക്കുന്നത്. കള്ളി ചെത്ത തൊഴിലാളികളാണ് അവിടെ. പിന്നെ പണിയെടുക്കുന്നവരുണ്ട്, പിന്നെ ആർല ഫാമിൻ്റെ പണിക്കാരുണ്ട്. അവരെല്ലാം ഇപ്പം നാളെ മുതൽ എങ്ങനെ പോകും എന്നുള്ള ഒരു ആശങ്കയിലാണ് നമ്മളെല്ലാം. ഇന്നലെ രാത്രി പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ കുറേ വീട്ടുകാരെ മാറ്റേണ്ടതൊക്കെ വന്നല്ലോ. എല്ലാം നമ്മളവിടെ സജ്ജമായിരുന്നു. പിന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നില്ല. നമ്മളെല്ലാവരും അങ്ങോട്ട് മാറ്റി പാർപ്പിച്ച് അതേ രീതിയിലായിരുന്നു. പിന്നെ ഇവിടുത്തെ നമ്മൾ നിൽക്കുന്നത് കക്കുവ പാലത്തിലാണ്. നിൽക്കുന്നത് കക്കുവ പാലത്തിലാണ്. ഇന്നലെ ഇവിടെ വേണ്ട സഹായങ്ങൾ ഇവിടെയുള്ളവർ ചെയ്തിട്ടുണ്ട്. ഒരു ചേച്ചി കൂടി ഉണ്ട്, സേതു. ചേച്ചിയുടെ വീടിന്റെ ഒക്കെ പരിസരത്തെ കാണുന്നില്ല. ഇന്നലെ രാത്രി വലിയ ബുദ്ധിമുട്ടായിപ്പോ അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഭയങ്കരമായിട്ട് ഒച്ച അങ്ങനെ ഉരുള് പൊട്ടിയിട്ട് വന്ന ഒച്ചയാണ് ഞങ്ങൾ കേൾക്കുന്നത് മുഴുവനും. വീട്ടിനകത്തേക്ക് വെള്ളം കയറിയോ? വീട്ടിനകത്ത് കയറിയിട്ടില്ല. പക്ഷേ വീട്ടിൻ്റെ തൊട്ടടുത്ത് വരെ ഇവിടെ കയറിയ വെള്ളം അവിടം വരെ വന്നു. പിന്നെ അപ്പുറത്ത് കൂടി പോയതാണ്. ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒച്ച കേട്ടു. ഇപ്പം നോക്കുമ്പോഴാണ് മുഴുവൻ ഇടിഞ്ഞ് സ്ഥലങ്ങളൊക്കെ പോയി. ഇടിഞ്ഞു പോയിട്ടാണോ ഉള്ളത്? വീടിന്റെ സൈഡിലുള്ള മതിലൊക്കെ സൈഡിൽ മതിലിടിഞ്ഞിട്ടില്ല. ആ പിന്നെ പറമ്പിന്റെ സൈഡ് കംപ്ലീറ്റ് ഇടിഞ്ഞ് ഇങ്ങനെ പോയി. ഇനി ഇങ്ങനെ മഴ തുടർന്നാൽ അത് വലിയ പ്രശ്നമായി മാറും അല്ലേ? തുടർന്നാലും ഞങ്ങൾ വീട് പോക്കാം. 4 വീട്ടുകാരുടെ കാര്യം പോക്കാം. സേതു, അത്തരത്തിൽ ഇവിടെ ഉള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ ഫാമിൻ്റെ ഈ പുനരധിവാസ മേഖലയുടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ 13-ാം ബ്ലോക്ക് അങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിൽ ഇന്നലെ രാത്രി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ അവിടെ വീടുകളിലേക്ക് വെള്ളം പെട്ടെന്ന് ഇരച്ചെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ആറളം വനത്തിനകത്ത് ഉരുൾപൊട്ടി എന്നൊരു സംശയമാണ് ഉള്ളത്. ഈ സമയത്ത് ഇപ്പോഴേതായാലും ഈ വെള്ളം കുറയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നമുക്ക് കാണാം, വലിയ മരങ്ങളൊക്കെ കടപുഴകി വീണിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം എന്ന് കരുതുന്നു. വലിയ മരങ്ങൾ കടപുഴകി വീണത് കാണാം. അത് അങ്ങനെ തന്നെ കടപുഴകി വീഴുന്നത് ഈ ഫാമിനകത്ത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഈ പുനരധിവാസ മേഖലയോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. കുറച്ചുകൂടി നമ്മൾ നോക്കിയാൽ ഈ വെള്ളം ഇന്നലെ കുത്തി ഒഴുകി എത്തിയത് എത്രത്തോളം ഫോഴ്സിലാണ്, അല്ലെങ്കിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നുള്ളത് നമുക്ക് കാണാം. ഈ വെള്ളം ഒഴുകിപ്പോയ ഒരു ഭാഗം കാണാം. ഈ കക്കുവ പാലത്തോട് ചേർന്നിരിക്കുന്ന സംരക്ഷണ ഭിത്തി അത് തകർന്നു തുടങ്ങിയിരിക്കുന്നു. അത് ഒരു ഭാഗത്തേക്ക് തകർന്നിരിക്കുന്നത് കാണാം. കക്കുവ പാലത്തിൻ്റെ സ്ലാബ് ചെറിയ തോതിൽ തകർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതായാലും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. നമുക്കൊരു പക്ഷേ കണ്ണൂര് ഈ നദികളിലേക്ക് ജലനിരപ്പ് എങ്ങനെയാണ്? സേതു, നദികളിലെല്ലാം ജലനിരപ്പ് വരുന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ആറളം ഫാമുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ വലിയ ബുദ്ധിമുട്ടുകളുടെ വിവരങ്ങൾ കൂടി ചോദിച്ചിട്ട് അതിലേക്ക് പെട്ടെന്ന് വരാമെന്ന് കരുതുന്നു. വലിയ വെള്ളപ്പൊക്കമായിരുന്നല്ലേ ഇന്നലെ എന്ന് പറഞ്ഞാൽ വളരെ പേടിപ്പെടുത്തുന്ന ഇതായിരുന്നു. ഇവിടെ ഒരു 2018 ഇതേപോലെ ഒരു വെള്ളം ഇതിങ്ങനെ വന്ന് പല വീടുകളിലും വെള്ളത്തിനടിയിലായി പിന്നെ മണിക്കൂറുകളോളം. ഇന്നിപ്പോൾ ഇന്നലെ രാത്രി 2 പ്രദേശത്താണ്. ഒന്ന് 13-ാം ബ്ലോക്കിലെ ഒരു പ്രദേശം, അതോടൊപ്പം തന്നെ 11-ാം ബ്ലോക്കിലെ 40 ഏക്കർ എന്ന് പറയുന്ന പ്രദേശത്തുമാണ് നിരവധി വീടുകൾ വീടിൻ്റെ ഏതാണ്ട് ഭിത്തിയോ മുങ്ങിയോളം വെള്ളം വരികയുണ്ട്. എന്നാൽ വെള്ളം വന്നൊരു 1.5 മണിക്കൂർ കൊണ്ട് വെള്ളം ഇറങ്ങി. പക്ഷേ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പം ഈ പ്രദേശങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പുഴയോട് ചേർന്ന് കിടക്കുന്ന ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണിത്. നിരവധി ആളുകൾ കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്നതാണ്. ഇന്നലെ ഈ വെള്ളം കയറി പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി ഇടപെട്ട് മറ്റ് ബന്ധു വീടുകളിലേക്കും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്കൊക്കെയാണ് ഇവരെ മാറ്റി പാർപ്പിച്ചത്. വനത്തിൽ ഉരുൾപൊട്ടിയതാവാനുള്ള ഒരു സാധ്യതയാണ്. ആറളം വനത്തിൽ ഉരുൾപൊട്ടിയതാണ്. കാരണം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ ആറളം വനമാണ്. എല്ലാ വർഷവും ഉരുൾ പൊട്ടുന്നതാണ്. പക്ഷേ ഇങ്ങനെ രൂക്ഷമായിട്ടുള്ള ഒരു
ഇത് വരുന്നത് ഇപ്പോൾ ഇന്നലെയാണ് വളരെ പേടിപ്പെടുത്തുന്നതാണ്. സേതു, അതാണ് വലിയ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിലുണ്ടായിരുന്ന സംഭവങ്ങൾ എന്നതാണ്. ഏതായാലും സേതു ചോദിച്ച കാര്യങ്ങളിലേക്ക് വന്നാൽ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നു കിടക്കുകയാണ്. വളപട്ടണം പുഴയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പഴശ്ശി ഡാമിൻ്റെ 13 ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. ഡാമിൻ്റെ റിസർവോയറിലും വലിയ രീതിയിൽ ക്രമാതീതമായി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പല മേഖലകളിലും ഈ പറഞ്ഞതുപോലെ മരം വീണുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പടിയൂർ പഞ്ചായത്തിലെ കുയിലൂരിൽ കാറിന് മുകളിലേക്കാണ് ഇന്നലെ രാത്രി റോഡരികിൽ നിർത്തിയിട്ട കാറിന് മുകളിലേക്കാണ് മരം വീണത്. കാറ് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലയിടങ്ങളിലായി മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. പുഴകളുടെ കരകളിൽ താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും വളപട്ടണം പുഴയുടെയും ഒപ്പം തന്നെ ഈ കക്കുവ, ബാവലി പോലുള്ള പുഴകളുടെയും ഒക്കെ കരകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. ജില്ലയിലെ എല്ലാ ക്വാറികളുടെയും പ്രവർത്തനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവെച്ചതായി കലക്ടറുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഒപ്പം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇതേപോലെ തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അതീവ ജാഗ്രതയിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയുള്ളത്. ഈ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നൊരു കാര്യമുണ്ട്. ഒപ്പം മലയോര മേഖലയിൽ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സേഫായിട്ട് നിൽക്കും. ഞാൻ ലിനറ്റിലേക്ക് കൂടി പോയിട്ട് വരാം, വയനാട്ടിലേക്ക്. ലിനറ്റ്, ഈ പറഞ്ഞ പോലെ സമാനമാണ് വയനാട്ടിലെയും സാഹചര്യം. പ്രത്യേകിച്ച് ഈ മക്കിമലയിൽ നിന്നൊക്കെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. എന്താണ് നിലവിലെ ഒരു വയനാട്ടിലെ പൊതു മഴ അവസ്ഥ? സേതു, വയനാട്ടിൽ ശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് കൂടിയാണുള്ളത്. പ്രത്യേകിച്ച് പടിഞ്ഞാറത്തറ ഭാഗത്ത് 62 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിൽ ഉള്ള കാറ്റ്, ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മാനന്തവാടി തലപ്പുഴയുടെ ഭാഗത്താണ്. ഇവിടെ കാപ്പിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ നിന്ന് 4 കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും പുഴയിൽ ശക്തമായ ഒഴുക്കാണുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടെ ഇവിടെ പുഴയിൽ ശക്തമായ ഒഴുക്ക് കൂടുകയും ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ഇവിടെ 4 കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ പുഴയുടെ ജലനിരപ്പ് കുറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. എങ്കിലും ആശങ്കയിൽ തന്നെയാണ് ഇവിടെയുള്ളവരുള്ളത്. കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ പാലമുണ്ട്. അവിടെയൊക്കെ തന്നെ കടന്നു പോകുന്ന രീതിയിലുള്ള വെള്ളമായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മാനന്തവാടി പോലുള്ള ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും മഴയുമാണ് ഇന്നലെ 24 മണിക്കൂറിനുള്ളിൽ പെയ്തുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം മറ്റ് 20ഓളം തലപ്പുഴ ഭാഗങ്ങളിൽ 20ഓളം വീട്ടുകാരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മക്കിമല എന്ന് പറയുന്ന സ്ഥലത്ത് ശക്തമായ കാറ്റാണ് ഇന്നലെ രാത്രിയോടുകൂടെ പെയ്തുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള 4 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഇവിടെ നിന്ന് ആളുകളോട് മാറാനുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടം ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. ശക്തമായ മഴയും കാറ്റുമാണ് ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്താണ് ഇവിടെ ക്യാമ്പുകൾ തുറന്നോ? ഇവിടെ ഇപ്രാവശ്യം ക്യാമ്പുകൾക്ക് പകരമായിട്ട് തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ആളുകളെല്ലാം ബന്ധുവീടുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ക്യാമ്പ് പെട്ടെന്ന് സംഘടിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്, കാരണം പ്രായമുള്ള ആളുകളാണ് ഈ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ള 4 വീടുകളിലായിട്ട് 7ഓളം 80 വയസ്സ് 70 വയസ്സുള്ള ആളുകളാണുള്ളത്. അപ്പോൾ അവരെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബന്ധുവീടുകളിലേക്കാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് 4 വീടും തൊട്ടപ്പുറത്ത് ചുങ്കം ടൗണിനോട് ചേർന്നുള്ള ഇടങ്ങളിൽ നിന്ന് 2-3ഓളം വീടുകൾ, പൊയിൽ പ്രദേശത്ത് നിന്ന് 4-5ഓളം വീടുകൾ, ഇത്രയും വീടുകളിലുള്ള ആളുകളെ നമ്മൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ മഴ കനക്കുമ്പോൾ ഇതുപോലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. 2018 ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. അന്ന് മക്കിമലയിൽ ഉരുൾ പൊട്ടിയിരുന്നു. പക്ഷേ ഇന്നലെ വളരെ പെട്ടെന്നാണ് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. കനത്ത ചളിയും കുത്തൊഴുക്കും മരങ്ങളും എല്ലാം കൂടി തന്നെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത് ഉറപ്പായിരുന്നു. അല്ലാതെ ഈ പുഴയിൽ ഒരിക്കലും വെള്ളം കയറാറില്ല. മക്കിമലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രമാണ്. അപ്പോൾ കാടിനുള്ളിൽ എവിടെയോ മലയിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ഇന്ന് തുടരുന്ന ഈ മഴ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. തുടരുന്ന ആശങ്ക തന്നെയാണ് വയനാട്ടിലുള്ളത്. പ്രത്യേകിച്ച് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മക്കിമലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പുഴയോട് ചേർന്ന ഒരു പ്രദേശത്താണ്. ഈ ഒരു പുഴ കരകവിഞ്ഞ് മറ്റ് പറമ്പുകളിലൂടെയൊക്കെ തന്നെയാണ് ഒഴുകുന്നത്. ഇതിനോട് ചേർന്ന് വീടുകളുണ്ട്, ജനവാസ മേഖലയാണ്. ഇവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റാൻ ഉള്ള നടപടികളൊക്കെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ബാണാസുര സാഗറിൻ്റെ ഷട്ടർ
75 സെന്റിമീറ്ററായി ഉയർത്തുമെന്നുള്ള നിർദ്ദേശവും ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ശക്തമായ മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മഴക്കെടുതികളും രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാത്രികളിലൊക്കെ തന്നെ ശരി ലിനറ്റ്, അപ്പോൾ വയനാട്ടിലെയും കോഴിക്കോട്ടെയും അതേപോലെ തന്നെ കണ്ണൂരിലെയൊക്കെ സാഹചര്യം ഏറെക്കുറെ സമാനമാണ്. എല്ലായിടത്തും നല്ല മഴയുണ്ട്, വെള്ളം കയറുന്നുണ്ട്, ഒപ്പം തന്നെ പല കുടുംബങ്ങളെയും ബന്ധുവീട്ടിലേക്ക് അടക്കം മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. പുഴകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വടക്കൻ ജില്ലകൾ. ഇനി നമുക്ക് സംസ്ഥാനത്തെ ഒരു പൊതു മഴ സാഹചര്യം നോക്കാം. ഒപ്പം തിരുവനന്തപുരത്തെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെയും കൂടി എങ്ങനെയാണ് മഴയുണ്ടോ കാര്യങ്ങൾ കൂടി ഈ ഹാൻസ് കൂടിയുണ്ട് നമുക്കിപ്പം. ഹാൻസ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഹാൻസിന്റെ ഫ്രെയിം കാണുമ്പോൾ. പക്ഷെ എങ്ങനെയാണ് സംസ്ഥാനത്തെ പൊതുവിലെ ഒരു മഴ സാഹചര്യം? ഈ എല്ലായിടത്തും അലേർട്ടുകളുണ്ട്, പക്ഷേ ഈ യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും പലയിടത്തും ഇപ്പോൾ ലിനറ്റും ദിൽഷയും അതേപോലെ നമ്മുടെ നിഖിലും ഒക്കെ പറഞ്ഞതുപോലെ റെഡ് അലേർട്ടിന് സമാനമായിട്ട് മഴ പെയ്യുന്നു, മഴക്കെടുതികൾ വരുന്നു, ശക്തമായ കാറ്റുണ്ട്. അപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? പൊതുവിലെ സംസ്ഥാനത്തെ ഒരു മഴ സാഹചര്യം നമുക്ക് ഈ മണിക്കൂറുകളിൽ എങ്ങനെ വിലയിരുത്താം ഹാൻസ്? സേതു, നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വടക്കൻ അതിനോടൊപ്പം തന്നെ മധ്യ ജില്ലകളിലെല്ലാം തന്നെ കനത്ത മഴയുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മഴക്കെടുതികളും ഉണ്ടാകുന്നത്. പക്ഷേ നിലവിൽ ബാക്കിയുള്ള ജില്ലകളിൽ, ഈ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം ഈ 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 5 ജില്ലകളിൽ ഇതുവരെയും അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഗ്രീൻ അലേർട്ടാണ് തുടരുന്നത്. എന്തായാലും ഈ ഗ്രീൻ അലേർട്ട് തുടരുന്നുണ്ടെങ്കിൽ പോലും, ഈ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ തുടരുന്നുണ്ടെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ ഈ അലേർട്ട് മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പല ജില്ലകളിലും ഓറഞ്ചിലേക്കും റെഡിലേക്കുമൊക്കെ അലേർട്ടുകൾ മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് കേരളത്തിൽ ഉടനീളം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാം. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾക്കും അതിനോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് വകുപ്പ് നൽകിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന 4 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞതുപോലെ പല ജില്ലകളിലും ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലും അതിനോടൊപ്പം തന്നെ ജലാശയങ്ങൾക്ക് സമീപമുള്ള പ്രദേശവാസികൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് വകുപ്പ് അറിയിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് സംസ്ഥാനത്തെ പൊതുവിലൊരു മഴ സാഹചര്യം. ഓരോ ജില്ലകളിലെയും ഒക്കെ അവസ്ഥ. പിന്നെ ഈ നദികൾക്ക് സമീപമൊക്കെ താമസിക്കുന്നവർ കുറച്ചും കൂടി ജാഗ്രത പാലിക്കണം. കാരണം പറഞ്ഞതുപോലെ പല ഡാമുകളുടെയൊക്കെ ഷട്ടറുകളെ ഈ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ തുറന്നിട്ടുണ്ട്, ചെറുതായെങ്കിലും തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ജാഗ്രതയോടെ ഈ നദികളുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർ മുന്നോട്ട് പോകണം.